ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അത് നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അപ്പം നിങ്ങളിൽ പലരും പറയണ കേൾക്കാം, നമുക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ എത്ര ഡൈ ആണ് നിങ്ങൾ ഇടുന്നത്, അപ്പം പിന്നെ ഒന്ന് ഒരെണ്ണം ചെയ്താൽ പോരെ എന്നൊക്കെ പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരെ, നമ്മളെന്തിനാണ് വെറൈറ്റി ആയിട്ട് പലതരം കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഹെയർ ഡൈയുടെ കാര്യം. പല സൈസിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ചെയ്ത് നോക്കും. നമുക്ക് റിസൾട്ട് കിട്ടണതിനനുസരിച്ച് നമുക്ക് എല്ലാം മാറി മാറി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ കാപ്പിപ്പൊടി മുടിയിറക്കാനൊക്കെ ബെസ്റ്റാട്ടോ. പിന്നെ നമ്മളിടുന്നത് 1 സ്പൂൺ ചായപ്പൊടി. ഇത് രണ്ടും കൂടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. സാധാരണ നമ്മൾ ചായപ്പൊടി മാത്രമല്ല ചേർക്കാറുള്ളൂ. ഈ ഡൈക്ക് നമ്മൾ രണ്ടും ചേർക്കുന്നുണ്ട്. അതായത് 1 സ്പൂൺ കാപ്പിപ്പൊടി. അപ്പോൾ ഇത് 1 ഗ്ലാസ് വെള്ളമുള്ളേ, അതിൽ 1 സ്പൂൺ കാപ്പിപ്പൊടി, 1 സ്പൂൺ നമ്മുടെ ചായപ്പൊടിയാണ് നമ്മളിതിലിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരിക. ഇങ്ങനെ തിളച്ച് കുറുകി അങ്ങനെ വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് തിളച്ച് തിന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ച ചെയ്യുന്നതാണിത്. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ ചെയ്യുമ്പം ഒരു 2-3 ദിവസമൊക്കെ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച 2-3 ദിവസം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ടാണ് നമുക്ക്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുടിയൊക്കെ നല്ലതായിട്ട് നിങ്ങളെല്ല കറുത്ത് വരും. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് 64-65 വയസ്സായി, മുടി ഇനി നമ്മുടെ കറക്കോ? ഒരു സംശയവും ഇല്ല. എത്ര വയസ്സായെന്ന് പറഞ്ഞാലും ശരി, വയസ്സൊരു പ്രശ്നമല്ല. നമുക്ക് മുടി നല്ലതായിട്ട് നമ്മുടെ കറുത്ത് വരും. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ചായ വെള്ളവും കാപ്പിപ്പൊടി വെള്ളവും കൂടി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ഈ 3 കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരിക്കലും ഇത് കരിഞ്ഞു പോരുതട്ടാ. എന്തിനാ കരിഞ്ഞു പോരുതെന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗുണം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കരിഞ്ഞു പോകരുതെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രഷായിട്ട് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പില ഫ്രഷായിട്ട് എടുത്തതുപോലെ ചൂടാക്കി എടുക്കാം. പിന്നെ നെല്ലിക്കാപ്പൊടി നോക്കി വേണം എടുക്കാനായിട്ട്, നല്ല ബ്രാൻഡിൻ്റെ തന്നെ എടുക്കണം. അപ്പം ഞാനിത് ഉണക്കി പൊടിച്ചതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് നല്ല ഇതാണെന്ന്. അപ്പോൾ നമുക്ക് ഫ്രഷ് സാധനമല്ലേ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഇത് നല്ല ബ്ലാക്ക് കളർ ആകുകയും വേണം, എന്നാൽ കരിഞ്ഞും പോരുത്. ആ ഒരു രീതിക്ക് വേണം ഇത് നമ്മൾ ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടൊക്കെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം ഞാനൊരു എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഈ പറയണ പോലെ ഒരു ദിവസം ഡീപ്പായിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസവും ആ മുടി നരയുള്ള ഭാഗത്ത് 2-3 ഡ്രോപ്സ് ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഞാനിട്ട വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസത്തിൽ 1 പ്രാവശ്യം ചെയ്യാനുള്ളതാണ് ഞാനിട്ടത്. നമ്മുടെ ഹെന്ന പൗഡർ തലയിൽ ഇടാനായിട്ട് ഞാൻ നീലയമ്മരിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കറക്കുന്നെന്ന് പറഞ്ഞാൽ നരക്കുന്നെന്ന് പറഞ്ഞൊരു പരിപാടി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം ഞാൻ ഗ്യാരണ്ടി, ഞാനിത് ദിവസവും ഓരോന്നൊക്കെ ഇത് ചെയ്ത് പോണ ആളാണ്. അതായത് ഞാൻ ഇതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തല മുടി കറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ 3 പരിപാടിയും ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കും. മറ്റത് ഞാൻ മാസത്തിൽ ചെയ്തു കൊടുക്കും, ഇത് ആഴ്ചയിൽ ചെയ്തു കൊടുക്കും. പിന്നെ ഒന്ന് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ എണ്ണ എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. മുടി ഇറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്.
അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടി കയറി ഒന്ന് കണ്ടേക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 3 നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് നല്ല കറുത്ത് വന്നിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ തന്നെ നമ്മളിതൊന്ന് നിർത്തി കൊടുക്കണം. അപ്പോൾ നമ്മളെങ്ങനെ കരിഞ്ജീരകം 2 സ്പൂണാണെങ്കിൽ നെല്ലിക്കാപ്പൊടി 1 സ്പൂൺ, കറിവേപ്പിലപ്പൊടി 1 സ്പൂൺ, ഇത്രയും മതിയേ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാമോ? അധികം ഒന്നും വേണ്ട, കുറച്ച്, വളരെ കുറച്ച് വേണം നമ്മുടെ കടുക്. അതായത് 1/2 സ്പൂൺ മതി കടുക് കേട്ടോ. 1/2 സ്പൂൺ കടുകും കൂടി നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഇടന്നൊന്ന് പൊട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ പാകം നമുക്കറിയാൻ പറ്റും. അപ്പം മുടി നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട, കടുകിട്ട് കഴിഞ്ഞാൽ മുടിയൊന്നും പോകത്തില്ല. അത് നമ്മൾ ഡയറക്റ്റ് ഒന്നുമല്ലല്ലോ ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുമ്പം നല്ല മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കടുക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാൻ അതിൽ തന്നെ ഇടന്ന് ആയിക്കോളും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊടിച്ചു വെച്ചില്ലേ കരിഞ്ജീരകവും പിന്നെ നമ്മുടെ കടുകും ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പോൾ നമ്മുടെ ഇത്രയും ആയിട്ടുണ്ട്. ഈ പൊടിച്ചതിൻ്റെ അകത്തോട്ട് നമ്മൾ 1/2 സ്പൂൺ നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഇല്ലേ, ഈ മൈലാഞ്ചിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതും ഞാനിവിടെ പൊടിച്ചു വച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ തിളപ്പിച്ച് വെച്ച കട്ടൻ ചായ വെള്ളമില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടി ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈലാഞ്ചിപ്പൊടി നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫുൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാണ്ട് വരുമ്പോൾ ഞാൻ ഹെന്ന പൗഡർ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ കട്ടൻ ചായ വെള്ളവും ഒഴിച്ച് വെച്ച് നിങ്ങൾ ഇതൊരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ. എല്ലാ നാച്ചുറൽ ഡേയും നമുക്കൊരു ഓവർനൈറ്റ് വെച്ചാൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി പരിപാടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഒരു ഓവർനൈറ്റ് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഡൈ കണ്ടോ, ഇത് നമ്മുടെ തികച്ചും നാച്ചുറലായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പാകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നമുക്ക് ഹെൽപ്പ് ചെയ്യണ ഒരിതാണ്. എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ നിങ്ങളിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വരും. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് എന്താ പറയുക, നല്ല കട്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പിന്നെ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് തലയിൽ പുരട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി ഡൈല്യൂട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ മുടിയിൽ പുരട്ടാൻ ഇതായിട്ട് വേണം.
നമ്മൾ അതായത് ഒഴുകിയും പോകരുത്, ആ ഒരു രീതിക്ക് വേണം നമ്മളത് ഒഴിക്കാനായിട്ട്. അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഒഴുകിപ്പോകത്തില്ല ഈ ഒരു ഇതാവുമ്പം. അപ്പം നമുക്കിത് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് അത്രയും നല്ലൊരിതാണ്. ഇതണ്ട, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡൈ ഉണ്ടാക്കി നമ്മൾ ഈ സ്പൂണിലൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ നോക്കണം, കണ്ടോ? അപ്പം കറക്റ്റ് കണ്ടോ, ഇതിൽ നിന്ന് പോകാണ്ടിരിക്കണുണ്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അത് നാച്ചുറൽ ഹെയർ ഡൈ ആണ്. അപ്പം നിങ്ങളിൽ പലരും പറയണ കേൾക്കാം, നമുക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ എത്ര ഡൈ ആണ് നിങ്ങൾ ഇടുന്നത്, അപ്പം പിന്നെ ഒന്ന് ഒരെണ്ണം ചെയ്താൽ പോരെ എന്നൊക്കെ പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരെ, നമ്മളെന്തിനാണ് വെറൈറ്റി ആയിട്ട് പലതരം കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഹെയർ ഡൈയുടെ കാര്യം. പല സൈസിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ചെയ്ത് നോക്കും. നമുക്ക് റിസൾട്ട് കിട്ടണതിനനുസരിച്ച് നമുക്ക് എല്ലാം മാറി മാറി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് അറിയാമോ, എൻ്റെ മുടി കണ്ടിട്ട് എൻ്റെ എന്താ പറയണത് ഡൈ ആണ്, എന്നിട്ട് ഇത് നല്ലതായിട്ട് കറുപ്പിച്ചേക്കണ മുടിയാണിത്, പിന്നെ അതുകൊണ്ടാണ് ഇത്ര കറുപ്പെന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ എല്ലാവരും ഇപ്പോൾ വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ എങ്ങനത്തെ മുടിയാ എന്താ, എൻ്റെ തികച്ചും നമ്മുടെ ഈ ഇങ്ങനത്തെ നാച്ചുറൽ ഡൈ ഇട്ടിട്ട് തന്നെ ഇത്ര മുടി നല്ലതായിട്ട് കറുത്താണ്. അപ്പോൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ കൂടി ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് ഇപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇതുപോലെ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിറം കിട്ടും. അത്ര എനിക്ക് എൻ്റെ മുടിയൊക്കെ ഒരു ചെമ്പൻ കളറായിരുന്നു ആദ്യം. ഇപ്പോൾ നമുക്ക് ഈ ഡൈ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഇത്ര ബ്ലാക്ക് കളറൊക്കെ ആയത്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാനൊരു ഡൈ ഇടുന്നുണ്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. അപ്പം ആ എണ്ണ കാച്ചുന്ന നമ്മൾ ഇടണം. അപ്പോൾ കുറേ പേര് ചോദിക്കും പിന്നെ എന്തിനാ ഇത് പുരട്ടണേന്ന്, ഈ ഡൈ പുരട്ടണേ. നമ്മളിങ്ങനെ 2-3 മെത്തേഡ് ചെയ്താൽ മാത്രം നമ്മുടെ മുടി നല്ലതായിട്ട് കറക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാനൊരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തലയിൽ പുരട്ടുക. ആഴ്ചയിൽ ഒരു ദിവസം നല്ലതായിട്ട് പുരട്ടുക. ബാക്കിയുള്ള ദിവസമൊക്കെ അതിൻ്റെ കുറച്ച് നരയുള്ള ഭാഗത്ത് കുറച്ച് ഡ്രോപ്സ് ഇട്ടിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെയ്യേണ്ടത്, ഞാൻ മാസത്തിലൊന്ന് ചെയ്യേണ്ടത് ഒരു വേറൊരു ഹെന്നയുടെ നീലയമരിയുടെയും പറയുന്നുണ്ട്. ആ മാസത്തിലൊന്ന് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും നമുക്ക് നല്ല ഒരു ഇതാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ ചെയ്തു കൊടുക്കണം. അപ്പം അതായത് ഞാനിപ്പം ഇന്നിപ്പോൾ ചെയ്യേണ്ട, ശരിക്കും പറയാൻ സൺഡേ ആണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പം ഇന്നാണ് ഞാനത്, ഇന്നലെ എനിക്ക് അത് നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ കാരണം ഇവിടെ കുറേ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായി. അപ്പം അതിന് ടൈം കിട്ടിയില്ല. അപ്പം ഇതാണ് നമ്മുടെ ആഴ്ചയെ പുരട്ടേണ്ട ആ ഹെയർ ഡൈ. അപ്പോൾ ഇത് തികച്ചും നല്ല നാച്ചുറലായിട്ടുള്ള എല്ലാം നല്ല മുടി കറുപ്പിക്കാനുള്ള സാധനങ്ങളാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഈ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എൻ്റെ ഫ്രണ്ടിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഇത് കുറച്ചുണ്ടാക്കി വെക്കണം. എന്നിട്ട് നിങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് പുരട്ടുക. അങ്ങനെ നിങ്ങൾ കുറച്ച് പുരട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രാജുവലായിട്ട് നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഇങ്ങനത്തെ നാച്ചുറൽ ഹെയർ ഡൈ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചായിരുന്നു ഇത് എങ്ങനെയാണ് ഇടേണ്ടത്. അപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്ത്, ആദ്യത്തെ പ്രാവശ്യം ഒന്നും ഇടുമ്പോൾ ആവത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്. നിങ്ങൾ ചിലപ്പോൾ വീഡിയോ എടുത്ത് കമൻറ്റ് നോക്കി അറിയാൻ പറ്റും. മുടിയൊക്കെ ബ്ലാക്ക് കളറായി. അതിൻ്റെ പിന്നെ പുതിയ നര വരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പഴയതും അതിൻ്റെ അതായത് നമുക്ക് പഴയ നര ഉണ്ടായതൊക്കെ നല്ലതായിട്ട് ബ്ലാക്ക് കളറായിട്ട് വരുവാണ്. നല്ല മാറ്റമുണ്ട് മുടിക്ക്. അപ്പം ഈ നാച്ചുറൽ ഹെയർ ഡൈ അതിനൊത്തിരി യൂസ്ഫുള്ളായെന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാം നിങ്ങൾ വലിച്ചു കിട്ടിക്കൊണ്ടുപോകാമെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കണ്ടോ,
അത്രയും നല്ലൊരു ഇതാണ്. അപ്പം ഞാൻ ഫ്രണ്ടിന് വേണ്ടി മാത്രമാണ് ഇത് പുരട്ടുന്നത്. അപ്പം നിങ്ങൾ ഡെയിലി, അതായത് ഒരു 3 ദിവസമൊക്കെ അടുപ്പിച്ച് 1 മണിക്കൂർ വെച്ച് ഇട്ടയച്ചാൽ മതി. നല്ലതായിട്ട് നിങ്ങളുടെ മുടി കറക്കും. വേറെ ഒരു കെമിക്കലിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിലവർ പറയും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പം അങ്ങോട്ട് കഴുകി പോണേ ഉള്ളൂ, റിസൾട്ട് കിട്ടുന്നില്ല. അതെന്താ കാര്യം? നമ്മൾ അടുപ്പിച്ച് ചെയ്യണം. ആദ്യം തന്നെ ഇടുമ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അതിന് മുമ്പ് മുടി നന്നായിട്ട് വാഷ് ചെയ്യണം. തലയിൽ ഒട്ടും എണ്ണമയം പാടില്ല. എന്നിട്ട് വേണം നമ്മുടെ ഈ ഹെയർ ഡേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് നല്ല ഇതായതുകൊണ്ട് 1 മണിക്കൂറേ ഞാൻ ഇടാറുള്ളൂ. അത് ആഴ്ചയിൽ മുടങ്ങാണ്ട് ചെയ്യും. അതെന്താ മടിയില്ലാണ്ട് ചെയ്യണേന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഞാൻ പൊടിച്ച്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാത്തിൻ്റെ പൊടി ഞാൻ ആക്കി വെച്ചേക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഒരു ബ്രഷയിലാക്കി കൊടുക്കുക. ഈ നരയുള്ള ഭാഗം എൻ്റെ ഇവിടെയാണ് എപ്പോഴും കൂടുതൽ നരക്കുന്നത്. അപ്പം ഞാൻ ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കും. ഒരു മണിക്കൂർ ഇരിക്കുള്ളൂ. നല്ലൊരു ഇതായിക്കോട്ടെ. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ അതുമല്ല, നിങ്ങളുടെ പഴയ മുടിക്ക് കറുപ്പ് കളറായിരിക്കും. അത് അവർ പറയുന്നുണ്ട്. ആ പഴയ നിറയെ പോയിട്ട് നമുക്ക് മുടി നല്ല ബ്ലാക്ക് കളറിൽ വരും. അപ്പം എനിക്ക് കണ്ണാടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 1 സ്പൂൺ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇതില്ലേ കറ്റാർവാഴയുടെ ജെല്ലോ, അതല്ലെങ്കിൽ കുറച്ച് ഗ്ലിസറിനോ 2 തുള്ളി ഇട്ടിട്ട് നമുക്കിതുപോലെ ഇതാക്കിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഡൈ പോകത്തില്ല. നിങ്ങളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. അത് നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ബ്രഷ് കൊണ്ട് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ഈ ആണുങ്ങളൊക്കെ മീശയൊക്കെ നല്ല നരച്ചിരിക്കുമ്പോൾ ഡൈ ചെയ്യാൻ ടൈമില്ലെങ്കിൽ ഇതുപോലെ കുറച്ചെടുക്കുക. അതിൽ 2 സ്പൂൺ ഗ്ലിസറിന് ഇടുക. എന്നിട്ട് ഒരു കുപ്പിയിൽ എന്തെങ്കിലും മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ആ മീശയുടെ അവിടെയൊക്കെ നമുക്ക് ഇതാക്കിയിട്ട് നന്നായിട്ട് കൊടുക്കാം. കയ്യിലൊട്ടയില്ല. എവിടെ പോയി വന്നാലും പിന്നെ നിങ്ങൾ വാഷ് ചെയ്യാണ്ട് അത് പോകത്തില്ല. അത്ര നന്നായിട്ട് അത് ഉണങ്ങി പിടിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.